ആലുവ മൂന്നാർ നാലുവാരിപ്പാത ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് പൊതു തെളിവെടുപ്പ് നടന്നു. കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിലെ രാജഗിരി ഔട്ട്റീച്ച് വിഭാഗമാണ് സാമൂഹ്യ പ്രത്യാഘാത പഠനം നടത്തുന്നത്. 2013 പാർലമെന്റ് പാസാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് സാമൂഹിക പ്രത്യാഘാത പഠനം നടത്തുന്നത്. കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യ സേവന വിഭാഗമായ രാജഗിരി ഔട്ട്റീച്ചാണ് സാമൂഹിക ആഘാത പഠനം നടത്തുന്നത്. കോതമംഗലം നഗരസഭയിൽ നടന്ന പൊതു തെളിവെടുപ്പിൽ ഭൂവുടമകൾ, വാടകക്കാർ, തൊഴിലാളികൾ എന്നിങ്ങനെ 300-ലധികം പേർ പങ്കെടുത്തു. ഷിബു തെക്കുമുറ MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ പുരോഗതിയും വികസനവും എല്ലാം എല്ലാ തരത്തിലും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കിടക്കുകയും റോഡ് വികസനത്തിന് നമുക്ക് എല്ലാ തരത്തിലുമുള്ള നേതൃത്വം ഏറ്റെടുക്കേണ്ട ആവശ്യകത ഒരു വശത്തുള്ളപ്പോൾ തീർച്ചയായും ഭൂമി നഷ്ടപ്പെടുന്ന, തൊഴിൽ നഷ്ടപ്പെടുന്ന, എല്ലാ തരത്തിലും വരുമാന മാർഗങ്ങൾ ഇല്ലാതാകുന്ന പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം സർക്കാരിനും ബന്ധപ്പെട്ട ഏജൻസികളും ഒക്കെയുണ്ട്. യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും പങ്കുവച്ച പ്രധാനപ്പെട്ട ആശങ്ക നിലവിലെ അലൈൻമെന്റിനെക്കുറിച്ചും നഷ്ടപരിഹാര തുകയെക്കുറിച്ചുമാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന നഷ്ടപരിഹാര തുക എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് ഭൂവുടമകൾ ചോദിച്ചു. 2006 മുൻപുള്ള 5 വർഷങ്ങളിൽ നടന്ന ഭൂമി വിൽപ്പനയിൽ ഏറ്റവുമധികം ന്യായവില ലഭിച്ച 5 എണ്ണത്തിന്റെ ശരാശരി കണക്കാക്കി അതിന്റെ ഇരട്ടിയാകും ഭൂവുടമകൾക്ക് ലഭിക്കുകയെന്ന് തഹസീൽദാർ വ്യക്തമാക്കി. 20 വർഷമായിട്ടും പൂർത്തിയാകാതെ കിടക്കുന്ന തങ്കളത്ത് നിന്നും തുടങ്ങിയ നാലുവരിപ്പാത ആദ്യം പൂർത്തിയാക്കട്ടെ എന്നും ഭൂവുടമകൾ അഭിപ്രായപ്പെട്ടു. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ സംഘാടകർ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി സമർപ്പിക്കാവുന്നതാണെന്നും വ്യക്തമാക്കി. 6 മാസമാണ് സാമൂഹിക ആഘാത പഠനത്തിനായി സർക്കാർ നൽകിയിരിക്കുന്ന സമയം. ജില്ലാ കളക്ടർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, MLA, തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുകയെന്ന് രാജഗിരി ഔട്ട്റീച്ച് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.